ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒരു സക്സസ് സ്റ്റോറിയാണ് കേട്ടോ. സക്സസ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സക്സസ് സ്റ്റോറി, അങ്ങനെ വേണം ഈ ഒരു വിഷയത്തെ പറയാനായിട്ട് കേട്ടോ. കാരണം ഈ സക്സസ് സ്റ്റോറിയിൽ ഈ കുട്ടി സെലക്ട് ചെയ്തത് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ നിന്നും അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഏറ്റവും അതിന് റിലവൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സ് ആണ് ഈ കുട്ടി ഫോളോ ചെയ്തത്. ആ ടിപ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വെറും 2 മാസം കൊണ്ട് ഈ കുട്ടിക്ക് കൺസീവ് ആകാനായിട്ട് സാധിച്ചു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 വർഷത്തോളമായിട്ട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ ഈ കുട്ടിയും ഹസ്ബൻഡും എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ കുട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഓവുലേഷൻ സമയത്ത് ഡിസ്ചാർജ് ഉണ്ടായിരുന്നില്ല, ഓവുലേഷൻ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല, അതുപോലെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് തിക്കണായിട്ട് വളരുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെയായിരുന്നു ഈ കുട്ടിയുടെ പ്രശ്നം. അതോടൊപ്പം തന്നെ പീരിയഡ്സ് ഇടയ്ക്കിടയ്ക്ക് ഇറഗുലർ ആയിരുന്നു. അപ്പോൾ ഓവുലേഷൻ നടക്കാനായിട്ട് മെഡിസിൻസ് എടുക്കുന്നവർക്കറിയാം, ഓൾറെഡി ഓവുലേഷൻ നടക്കുമ്പോൾ മെഡിസിൻസ് എടുക്കുന്നവർക്ക്, അതായത് ലെട്രസോൾ ആണെങ്കിലും ക്രോമോഫിൻ സിട്രേറ്റ് ആണെങ്കിലും മെഡിസിൻസ് എടുക്കുന്നവർക്ക് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകാനായിട്ട് ചാൻസസ് കുറവാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനൊക്കെ വന്നപ്പോഴേക്കും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്തോ ഇവർ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ ഫോളോ ചെയ്ത 2 കാര്യങ്ങൾ നിങ്ങളുടെ സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വളരുന്നതിനും പീരിയഡ്സ് റെഗുലേറ്റ് ചെയ്യുന്നതിനും ഓവറോൾ പ്രഗ്നൻസി ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഇൻക്രീസ് ചെയ്യുന്നതുമായിട്ടുള്ള ടിപ്സാണ്. അതിൽ ഈ കുട്ടി ഏറ്റവും ആദ്യം ഫോളോ ചെയ്ത ടിപ്പാണ് ശതാവേരി. ശതാവേരിനെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ശതാവേരിയുടെ പൗഡറോ അല്ലെങ്കിൽ ക്യാപ്സ്യൂളോ ഉപയോഗിക്കുന്നത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുവെന്ന് ഓൾറെഡി നമ്മളൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശതാവേരിയിൽ ഒരുപാട് കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, മാംഗനീസ്, പൊട്ടാഷ്യം, വിറ്റമിൻ ഇ, വിറ്റമിൻ സി, ഫൈബർ, ഫോളേറ്റ്, പ്രോട്ടീൻ എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഓവുലേഷൻ ഡിസ്ചാർജ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ നമ്മളുടെ അകത്തേക്ക് എത്തുന്ന പുരുഷൻ്റെ സെമന് കുറച്ചധികം നാൾ സ്ത്രീ ശരീരത്തിൽ നിൽക്കുന്നതിനും അതുപോലെ ഇതിന് സ്വിം ചെയ്ത് എളുപ്പത്തിൽ അങ്ങോട്ടേക്ക് ഫലോപ്പിയൻ ട്യൂബിനടുത്തേക്ക് എത്തുന്നതിനുള്ള ചാൻസസ് ഇത് വർദ്ധിപ്പിക്കുന്നു. ആ സെർവിക്കൽ മ്യൂക്കസിൻ്റെ ആ ഒരു ക്വാളിറ്റിയും പെർഫോമൻസും ഇൻക്രീസ് ചെയ്യാനായിട്ട് ശതാവേരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം സെർവിക്സിൻ്റെ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനും ഹോർമോൺ ബാലൻസ് കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. ഈസ്ട്രജൻ ഹോർമോണിൻ്റെ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെയും ബാലൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഫോളിക്കുലാർ ഫേസും ലൂട്ടിയൽ ഫേസും നിങ്ങളിൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. യൂട്രസിനെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ശതാവേരി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്. അതോടൊപ്പം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറച്ച് കുറയാനായിട്ട് സാധ്യതയുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് നമുക്ക് അസുഖങ്ങളും അതുപോലെ ഇൻഫെക്ഷൻസും ഉണ്ടാവാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. ഇത് റിഡ്യൂസ് ചെയ്യുന്നതിന് ശതാവേരി ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഒരുപാട് പേര് പറയുന്നുണ്ട്, ചേച്ചി ഓവുലേഷൻ കഴിഞ്ഞു പക്ഷേ പനി, ചുമ, തുമ്മൽ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ശതാവേരി ഉപയോഗിക്കുന്നത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത് സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നുള്ളത്. സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ PCOD ഉള്ള ആളുകൾക്ക് അവർ വിചാരിച്ചില്ലെങ്കിൽ കൂടി തന്നെയും അവരിൽ സ്ട്രെസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ സാഹചര്യങ്ങളുടെ പ്രഷർ, കുട്ടിയായില്ലേ എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ പീരിയഡ്സ് ആകുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. സ്ട്രെസ് ഹോർമോൺസിൻ്റെ പ്രവർത്തനം റിഡ്യൂസ് ചെയ്തിട്ട് ഹാപ്പി ഹോർമോൺസിൻ്റെ പ്രവർത്തനം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശതാവേരി എടുക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ സ്ത്രീ ശരീരത്തിൽ LH ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. LH ഹോർമോൺ അല്ലെങ്കിൽ ലൂട്ടനൈസിങ് ഹോർമോൺ കൃത്യമായിട്ട് ഇൻക്രീസ് ആകുമ്പോഴാണ് മൂപ്പെത്തിയിട്ടുള്ള അണ്ടം സ്ത്രീ ശരീരത്തിൽ നിന്നും സ്ത്രീയുടെ ഓവറിൽ നിന്നും റപ്ചർ ആവുന്നത്. LH ഹോർമോണിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കാനായിട്ട് അപ്പോൾ ഇത് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനും ഇത് സഹായിക്കുന്നു. 21 to 35 ഡേയ്സിൻ്റെ ഇടയിലോട്ട് മെൻസ്ട്രൽ സൈക്കിളിനെ കൊണ്ടുവന്ന് എത്തിക്കുന്നതിനും അതുപോലെ 21-നേക്കാളും കുറവും 35-നേക്കാളും കൂടുതലും ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ആണെന്ന് തിരിച്ചറിയാനും നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ പുരുഷന്മാർക്കാണെങ്കിലും ഇതെടുക്കുന്നത് അവരുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ആഫ്റ്റർ ഫുഡ്, അതായത് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം
നിങ്ങളൊരു 1/4 ടീസ്പൂൺ എടുത്താൽ മതിയാകും. 1/4 ടീസ്പൂൺ നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ ശരീരത്തിൽ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിത് 1/2 ടീസ്പൂണായിട്ട് ഉയർത്താനായിട്ട് ശ്രദ്ധിക്കുക. അത് ചില ആളുകൾക്ക് ഈ ഒരു ഇതെടുക്കുമ്പോഴേക്കും ശരാവരി എടുക്കുമ്പോൾ അലർജി ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ 1/4 ടീസ്പൂൺ എടുക്കാനായിട്ട് പറയുന്നത്. അതെടുത്തിട്ട് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം 1/2 ടീസ്പൂണായിട്ട് ഇത് എടുക്കുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല കേട്ടോ. അത്രമാത്രം എഫക്റ്റീവാണ്. ഇവിടെ ഈ കുട്ടിക്കെന്ന് പറയുന്നത് ആ സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് കുറവായിരുന്നു. അത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിച്ചു. അതോടൊപ്പം തന്നെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതിനും യൂട്രസിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, കുഞ്ഞിനെ വഹിക്കാനായിട്ട് യൂട്രസിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനും ഇത് സഹായിച്ചു കേട്ടോ. രണ്ടാമതായിട്ട് ഈ കുട്ടി ഫോളോ ചെയ്തത് ഇതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇത് ഉപയോഗിച്ചത് നട്ട്സ് കഴിക്കുക. നട്ട്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കുട്ടി സെലക്ട് ചെയ്തത് ബ്രേസിൽ നട്ടാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടങ്ങളുണ്ടാവും നട്ട്സിൽ. അതിൽ ഈ കുട്ടി സെലക്ട് ചെയ്തത് ബ്രേസിൽ നട്ടാണ്. ബ്രേസിൽ നട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് അമ്മയാകാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ സോഡിയം അടങ്ങിയിട്ടുണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, വിറ്റമിൻ സി ഉണ്ട്, വിറ്റമിൻ ഡി ഉണ്ട്, അയേൺ ഉണ്ട്, വിറ്റമിൻ B6 ഉണ്ട്, കാൽഷ്യം ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള സെലീനിയം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നിങ്ങളുടെ യൂട്രസിൻ്റെ വോള് തിക്കണായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എൻഡോമെട്രിയൽ ലൈനിങ് പ്രോപ്പറായിട്ട് വളർന്ന് കൃത്യമായിട്ടുള്ള രീതിക്ക് അത് ഷെഡ് ആകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പീരിയഡ്സ് ഫുള്ളായിട്ട് പോവില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസിയാണ് ആകുന്നതെങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വളർന്ന് അണ്ടവും ബീജവും തമ്മിൽ ജോയിൻ ആയി എൻഡോമെട്രിയം ക്യാവിറ്റിയിൽ എത്തിക്കഴിഞ്ഞ് അത് അറ്റാച്ച് ആവുകയാണെങ്കിൽ പിന്നീട് അത് ഷെഡ് ആവാനായിട്ട് പാടില്ല. അങ്ങനെ തിക്കണായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നതിന് ഇത് സഹായിക്കുന്നു. പീരിയഡ്സിൻ്റെ ആ ഒരു സെക്കൻഡ് ഡേയിലൊക്കെ ഇത് ഫുള്ളായിട്ട് അങ്ങോട്ട് ഷെഡായി പോകാനായിട്ട് തുടങ്ങും. അതിനുശേഷം ഇത് അഗെയിൻ ഇതിൻ്റെ ഒരു വളർച്ച തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് തുടങ്ങുന്ന ഓരോ സമയത്തും പ്രോപ്പറായിട്ട് ഇത് വളരാൻ വേണ്ടിയിട്ടും ഈ ബ്രേസിൽ നട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഇതിലടങ്ങിയിട്ടുള്ള സെലീനിയം ഓവറി ആൻഡ് യൂട്രസിലേക്ക് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഓവറീസിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിലേ ക്വാളിറ്റിയുള്ള അണ്ടം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ യൂട്രസിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ്ങും കൃത്യമായിട്ട് വളരുകയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇത് ശരീരത്തിൽ ബ്ലഡ് കോട്ടിംഗ് ഉണ്ടാവുന്നത് പ്രിവെൻറ്റ് ചെയ്യുകയും അതുമൂലം നിങ്ങൾക്ക് മിസ്കാരേജ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് റിഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു തവണ അബോഷനോ മിസ്കാരേജോ ഒക്കെ ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കുന്നത് മിസ്കാരേജിനുള്ള ചാൻസസ് റിഡ്യൂസ് ചെയ്തിട്ട് ഹെൽത്തി പ്രഗ്നൻസി ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് ചാനലിൽ വന്ന് പറയുന്നതാണ്, കാരണം പ്രഗ്നൻസി പിന്നീട് ആകുന്നില്ല ചേച്ചി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, കാരണം മിസ്കാരേജ് ഉണ്ടായി കഴിഞ്ഞവർക്ക് പിന്നീട് ഡോക്ടർ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ആസ്പിരിൻ എന്ന് പറയുന്നൊരു മെഡിസിൻ കൊടുക്കാറുണ്ട്. ആസ്പിരിൻ കൊടുക്കുന്നത് ക്ലോട്ട്സ് ഉണ്ടാവാതെ നിങ്ങൾക്ക് പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ആസ്പിരിൻ്റെ അതേ ഒരു പ്രവർത്തനം തന്നെയാണ് ഈ ഒരു ബ്രേസിൽ നട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അതുപോലെ തന്നെ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഇത് എടുക്കുകയാണെങ്കിൽ, ബ്രേസിൽ നട്ട് എടുക്കുകയാണെങ്കിൽ ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മളുടെ ശരീരത്തിലെ അണ്ടം വളരാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു എൻവയോൺമെൻറ്റ് എടുക്കി കൊടുക്കുന്നതിനും വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. ബ്രേസിൽ നട്ട് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇതുണ്ടാകും. ഫ്രൈ ചെയ്തിട്ടുള്ള ബ്രേസിൽ നട്ട് ആയിരിക്കും ഉണ്ടാകുന്നത്, റോസ്റ്റഡ് ആയിട്ടുള്ള ബ്രേസിൽ നട്ട്. അത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നട്ട്സ് ഏത് ഉപയോഗിച്ചാലും ഒരുപാട് ഒറ്റയടിക്ക് യൂസ് ചെയ്യരുത്. ഇപ്പോൾ ബ്രേസിൽ നട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഒരു 5-6 എണ്ണം ഒരു ദിവസം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചില ആളുകൾക്ക് വയറ് അപ്സെറ്റ് സ്റ്റൊമക്ക് ആവുന്നതിന് അത് കാരണമാകും കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ അത് പ്രോപ്പറായിട്ട് മാത്രം യൂസ് ചെയ്താൽ മതിയാകും. നട്ട്സ് കഴിക്കാനായിട്ട് ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിലോട്ട് അത് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു ടൈം ആയിരിക്കണം. അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തൊട്ട് പുറകെ തന്നെ നിങ്ങളത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നട്ട്സിൻ്റെ ഗുണം മൊത്തം നിങ്ങൾക്ക് ശരീരത്തിലോട്ട് കിട്ടില്ല. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങളിപ്പോൾ സ്നാക്സ് കഴിക്കുന്ന ഒരു ടൈം, ഈവനിങ് ചായ കുടിക്കുമല്ലോ, ആ ചായ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ട് നട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ നട്ട്സ് നിങ്ങൾ എടുത്തിട്ട് ആ ഒരു വിശന്ന് കഴിഞ്ഞിട്ടുള്ള സമയത്ത്, അതായത് നമുക്കിപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ഒരു വിശപ്പ് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നട്ട്സുകൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ നിങ്ങളിലോട്ട് കിട്ടും. ബ്രേസിൽ നട്ട് എടുക്കുന്ന സമയത്ത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബദാം, അതുപോലെ വാൾനട്ട്, പിസ്ത, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം എടുത്ത് കുറച്ചായിട്ട് ഒരു 5-6 എണ്ണമൊക്കെ കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഒരു 5-6 എണ്ണമൊക്കെ എടുത്തിട്ട് പ്ലേറ്റിലാക്കി ക്രമീകരിച്ചിട്ട് നിങ്ങൾ കഴിക്കുന്നത് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കണം. ഈ കുട്ടി ഫോളോ ചെയ്തത് അത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ്. ഒരു 1500-ലധികം വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതിൽ നിന്ന് നോക്കി കൃത്യമായിട്ടുള്ള ടിപ്പ് എടുത്തിട്ട് അത് ഫോളോ ചെയ്യുകയെന്ന് വിചാരിച്ചത് അത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹാർട്ട്സ് ഓഫ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഹെൽത്തി പ്രഗ്നൻസി ഉണ്ടാകാൻ വേണ്ടിയിട്ട്, പ്രഗ്നൻസി കുട്ടിക്കുണ്ട്, അത് സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ആരോഗ്യവും ആയുസ്സുമുള്ളൊരു കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം കേട്ടോ.
ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻസ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.